ഹായ് ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മനയിലോട്ടുള്ള എൻ്റെ യാത്രയാണ്. എല്ലാവരെയും എൻ്റെ ഈ വീഡിയോയിലോട്ട് ക്ഷണിക്കുന്നു. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാരും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഷൊർണൂർ ഒറ്റപ്പാലം ബസ്സിൽ കയറി. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ കയറിയത്. അപ്പോൾ അവിടെ വരിക്കാശ്ശേരി എന്ന് ഉള്ള സ്ഥലം, ഏകദേശം അത് വെച്ച് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് വലത് സൈഡ് കാണുന്ന വഴിയെ സഞ്ചരിക്കണം. അപ്പോൾ ഇങ്ങനെ അടുത്തുള്ള റോഡുകളിൽ ഒരുപാട് പുരാതന കാലഘട്ടത്തിലുള്ള, അതായത് അത്യാവശ്യം 100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങളെ കാണാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കിള്ളി ഭഗവതി സഹായം കുന്നുംപുറം വേലക്കമ്മറ്റി എന്ന് പറഞ്ഞൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കാണാം. അവിടെ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പഴയ കെട്ടിടങ്ങൾ കാണാം. കണ്ട അന്നത്തെ നിരകൾ വെച്ചിട്ടുള്ള കടകൾ കാണാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു വയൽ ഭാഗം കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. ഞാൻ ആദ്യം കരുതിയത് ഒരു കനാൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കായൽ പോലെയൊക്കെയാണ്, പക്ഷെ അല്ല, ഇതൊരു വയലാണ്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഞാൻ എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് വരിക്കാശ്ശേരി മന. അതിൻ്റെ ഗേറ്റാണ് ഈ മുന്നിൽ കാണുന്നത്. അതിൻ്റെ ഭിത്തിയിൽ തന്നെ വരിക്കാശ്ശേരി മന എന്ന് പേര് എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വലിയ ഗെറ്റപ്പ് ഇട്ട് പോയതാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ വലിയ സംഭവമായിട്ടൊന്നും ഫ്രണ്ടിലേക്ക് തോന്നിയില്ല. എന്തായാലും മുന്നോട്ട് കയറി അവിടെ നോക്കിയപ്പോൾ ചെറിയൊരു ഓടിട്ടൊരു കെട്ടിടമുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഫോട്ടോ അനുവാദം കൂടാതെ എടുക്കരുത് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് മുന്നോട്ട് നടന്ന് വന്നപ്പോഴാണുള്ള കാഴ്ചയാണ് കാണുന്നത്. അടിപൊളി ബ്യൂട്ടിഫുൾ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ അന്നത്തെ ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ രംഗങ്ങൾ അടിപൊളിയായിട്ട് തന്നെ വരാൻ ഉള്ള കാരണം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഈ കാണുന്നത് അവിടെ എന്താ പറയുക കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പിൻ്റെ പേര് തന്നെ അരമന എന്നുള്ളത് തന്നെയായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ ഇതാണ് മനകൾ കേട്ടോ. ഹായ് ഹലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വരിക്കാശ്ശേരി മലയിലാണ്. വരിക്കാശ്ശേരി മല എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ വള്ളുവനാട് പ്രദേശത്ത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭംഗി ഈ തൊട്ടുപുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടിപൊളിയായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത്. 4 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടങ്ങൾ കാണാനായിട്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പല സ്ഥലത്തും രാജ്യങ്ങളിലുമുള്ള ആൾക്കാരെല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലും വരും വിശേഷങ്ങളിലോട്ടും പോവാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ പോരും. അപ്പോൾ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ല് കൊണ്ടാണ്. അതായത് ഒരു റെഡ് കളർ കൊണ്ടുള്ള കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് ജനാലകൾ ഇതിലേക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഓട് കൊണ്ടാണ് എല്ലാ മനകളും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഇതിനകത്ത് പറയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള തൂണുകളാണ്, കണ്ടോ. അപ്പോൾ നമ്മൾ വരുന്ന എൻട്രൻസിൽ തന്നെ ഇതുപോലുള്ള ഈ കെട്ടിടങ്ങൾ കാണാം. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിനി കാണാനായിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഈ ഉച്ച സമയമായിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേവാസുരം, ആറാം തമ്പുരാൻ പോലുള്ള ഒരുപാട് സിനിമകൾ വാണിജ്യപരമായിട്ട് ഒരുപാട് നേട്ടം നേടിക്കൊടുത്ത ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഇതിൻ്റെ ഈ പൂമുഖം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വരാന്ത എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട്. അവിടെയാണ് നമ്മുടെ മോഹൻലാൽ ഇരുന്ന് ഇട്ടുള്ള സീനുകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളിലോട്ട് പോവാം. ഈ നമ്മൾ മുന്നിൽ വരുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിൽ തടി കൊണ്ടുള്ള തട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അതിനൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ചുവർ ചിത്രം ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, കണ്ടോ. ഇതിൽ ഈ മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് സംഭവങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ട് അവരിപ്പോഴും ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തറ, ഐ തിങ്ക് ഇത് നമ്മൾ ചാർക്കോള് കൊണ്ട് നിർമ്മിച്ചായിരിക്കണം. നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ കൊട്ടാര വീഥികളിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ പത്മനാഭപുരം പാലസിലൊക്കെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള തറകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ, ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മനോഹാരിത നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല പില്ലേഴ്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മന എന്ന് പറയുന്നത് നമ്പൂതിരി പ്രഭുക്കന്മാരുടെ പ്രസിദ്ധമായ മാളികയാണ്. പാലക്കാട് ഒറ്റപ്പാലത്തുള്ള മിനിശ്ശേരി എന്നുള്ള ഗ്രാമത്തിലാണ് ഏകദേശം 4 ഏക്കർ സ്ഥലത്ത് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു ഇടനാഴിയാണ്, പക്ഷേ പ്രവേശനമില്ല നിലവിൽ. അത് എന്തെങ്കിലും ചിലപ്പോൾ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാവാം, അറിയാൻ പറ്റില്ല. ചിലപ്പം പുരാതന കാലത്തുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാം. അപ്പം എന്തായാലും ഈ ഒരു ഇടനാഴിൽ പോകുമ്പോൾ നമുക്ക് ഒരു റൂം ഇവിടെ കാണാം. നല്ല ഇരുട്ടാണ്, അത്യാവശ്യം എക്കോ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വെട്ടമില്ലെങ്കിലും നമുക്ക് ഈ തറയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പണ്ടത്തെ ഒരു ബാത്റൂമാണ്. യൂറിനൽ പാസ് നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ, അരന്മനൈ 4 തുടങ്ങിയ വാണിജ്യപരമായിട്ടുള്ള വിജയിച്ച നിരവധി ചിത്രങ്ങളുടെ ഒരു ജനപ്രിയ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വരുവാണെങ്കിൽ 42 കിലോമീറ്റർ അകലെയാണ് ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലം. ഈ മനിശ്ശേരിയിലാണ് ഈ ഒരു മന സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ്. എന്നാൽ ഒരു 13 കിലോമീറ്റർ അകലെയുള്ള ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വഴിയും ഇവിടെ ഇങ്ങോട്ട് നമുക്ക് വരാൻ പറ്റും. ഈ മനയിൽ നിന്ന് ഏകദേശം ഒരു 62 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്. അതാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റും കേട്ടോ. ഇവിടെയാണ് ഏറ്റവും വേറെ സ്ഥലം കാണാൻ പറ്റുന്നത്. കിണർ, നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിണറിൽ വെള്ളം എടുക്കാം. അത്യാവശ്യം ഇങ്ങോട്ട് നോക്കും, ഇതിൻ്റെ ആഴം നോക്കും. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ കാണുന്നത്. നല്ല തണുപ്പുണ്ട്. ഈ കിണറിന്റെ ഭാഗത്ത് വന്ന് നല്ല തണുപ്പുണ്ട്, ശ്രദ്ധിച്ച് വെക്കണം. പണ്ടത്തെ ആട്ടുകല്ല് അല്ലെ, ഊരല്ലെന്നൊക്കെ പറയുന്ന പണ്ട് നമ്മളെല്ലാവരും അരിയാറ്റിലുള്ള സാധനമാണ്. ഞാൻ എന്തായാലും ഈ സാധനം ഉപയോഗിച്ച് അരിയാറ്റിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം. നമ്മൾ അരിയും ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കറക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കൈ കൊണ്ട് അരി ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഇടത് കൈ കൊണ്ട് ഇങ്ങനെ ആട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം തേങ്ങ തീർന്നിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ അടുക്കള ഭാഗമാണിത്. ഇത് മുകളിലേക്ക് പട്ടായപ്പുരയാന്ന് തോന്നുന്നു അല്ലേ? അതെ, തേങ്ങ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും കൂടെ പാസ് ചെയ്യാൻ എന്തെല്ലാം. ഇത് മുകളിലത്തെ പത്തായപ്പുരയാണ്. ഇവിടെ പണ്ടത്തെ തേങ്ങ, ചിരട്ട പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. വെള്ളം നമുക്ക് കോരാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. ഇവിടെ എനിക്ക് ഒന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു നിന്ന് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വെട്ടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഇവിടെ പുറകു സൈഡിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വയലാണ് തൊട്ട് പുറകിൽ. അതുപോലെ തന്നെ താഴെ ഈ അടുക്കള വശത്തുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു കല്ല് കാണുന്നുണ്ട്, ഓവ് പോലെ. അത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ആ ഒരു സംഭവം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയുള്ള പ്രതിഷ്ഠ ഏതാണോ അതിനെ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ തീർത്ഥം കൊണ്ടൊക്കെ ഇങ്ങനെ തളിച്ച ശേഷം അതിൽ വരുന്ന വെള്ളം ഒഴുകി പോകേണ്ട സ്ഥലമുണ്ടല്ലോ, അതുപോലെയാണ് ഒരു വീട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഏകദേശം നമ്മുടെ പ്രധാന കവാടത്തിൽ തന്നെ 46-47 റൂമുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യം 1-2 റൂമുകൾ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. ഇതൊക്കെ ഇനി എവിടെയാണ് എങ്ങനെയാണ് കിടക്കുന്നത് അറിയത്തില്ല. എന്തായാലും നമുക്ക് സഞ്ചരിക്കാം, അതിലൂടെ കാണാം. വരിക്കാശ്ശേരി മനയിൽ 3 നിലകളാണുള്ളത് സാധാരണ. പക്ഷെ അതിൽ നമുക്കിപ്പം ബേസ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നടന്ന് നോക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ. മുകളിലത്തെ നിലയിലോട്ട് നമുക്ക് നിലവിൽ പ്രദേശം നല്ല പ്രവേശന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും വരും. അടിച്ച് ഇട്ടേക്കുന്ന പോലെ ഉണ്ട്.
തലമണ്ട പൊളിഞ്ഞു. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊള്ളാം. ഇവിടെ ഇത് തറയാണ് കേട്ടോ, മറ്റേ ചാർക്കോൾ കൊണ്ടുള്ള സംഭവമൊന്നും അല്ല. ഇത് മണ്ണടിച്ച് ഒരുക്കിട്ടിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഈ കളരി തറ പോലെയൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന, എനിക്ക് തോന്നുന്നത് ഇത് കളരി തറ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത് അവിടുത്തെ ശംഖ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു പൂജ സെറ്റപ്പ് ചെയ്യുന്ന സംവിധാനം പോലെയാണ് ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പൊ നമ്മള് ആദ്യം കയറിയ വഴി കൂടെ അല്ല ഇറങ്ങുന്നത്. പിന്നെ പല വാതിലുകളുണ്ട് ഇറങ്ങി പോവാനും കയറി വരാനായിട്ടുള്ളത്. എന്തായാലും നമുക്ക് താഴോട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതോടൊപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താൽക്കാലികമായിട്ട് ബൈ ബൈ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.